മുരുകന്റെ ജീവനുള്ള വിഗ്രഹം കുടികൊള്ളുന്ന ക്ഷേത്രത്തെക്കുറിച്ച് അറിയാമോ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചോള രാജാവ് മുരുകന്റെ വിഗ്രഹം നിർമ്മിക്കാൻ ഒരു ശില്പിയെ നിയോഗിച്ചു. തന്റെ രാജ്യം സംരക്ഷിക്കാനും തന്റെ ജനങ്ങൾക്ക് ആരാധിക്കുവാനും ഉദ്ദേശിച്ചായിരുന്നു. നവരസങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു മുരുകന്റെ വിഗ്രഹം ശില്പി നിർമ്മിച്ചു നൽകി. വിഗ്രഹത്തിന്റെ സമാനതകളില്ലാത്ത സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ രാജാവ് അത്തരമൊരു വിഗ്രഹം ശില്പി നിർമ്മിക്കാതിരിക്കുവാനായി ശില്പിയുടെ വിരലുകൾ മുറിച്ചുമാറ്റാൻ ഉത്തരവിട്ടു. വിരലുകൾ നഷ്ടപ്പെട്ടതിൽ ഹൃദയം തകർന്ന ശില്പി അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് മടങ്ങി. അവിടെ അദ്ദേഹം മുരുകനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. മറ്റൊരു വിഗ്രഹം സൃഷ്ടിക്കാൻ തുടങ്ങി. ഈ പുതിയ വിഗ്രഹത്തിൽ അത്രയും ചൈതന്യം നിറഞ്ഞിരുന്നു. മുഴുവൻ രൂപവും തീജ്വാലകളിൽ ജ്വലിക്കുന്ന ഒരു അഗ്നിസ്തംഭം പോലെ തോന്നി. പെട്ടെന്ന് വിഗ്രഹത്തിന് ജീവൻ പ്രാപിച്ചു. ശില്പത്തിനുള്ളിൽ ചിത്രീകരിച്ചിരിക്കുന്ന മെയിൽ പറന്നുയരാൻ തുടങ്ങി. ഇതിൽ അത്ഭുതപ്പെട്ട് ആളുകൾ ആഴമായ ഭക്തിയോടെ ആരാധന നടത്തി. അതിനുശേഷം മെയിൽ വീണ്ടും കല്ലായി രൂപാന്തരപ്പെട്ടു. മുരുകന്റെ അരികിൽ വീണ്ടും സ്ഥിരതാമസമാക്കി. ഈ അവിശ്വസനീയമാം വിധം ജീവസുറ്റ മുരുകൻ ക്ഷേത്രം എട്ടുകുടി മുരുകൻ കോവിൽ ആണ്. ഈ ക്ഷേത്രം സന്ദർശിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നിരവധി ഭക്തർ ഈ വിഗ്രഹത്തിൽ സ്പഷ്ടമായ സാന്നിധ്യം നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുരുകനെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഓം മുരുക എന്ന് കമന്റ് ചെയ്യൂ.